കുറ്റ്യാടി തണൽ കരുണ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ പ്രവേശന കവാടം ഏറെ ശ്രദ്ധേയമായി. ഓലയിൽ മെടഞ്ഞ ചെണ്ടക്കാരനും ആനയും കവാടത്തെ വേറിട്ടതാക്കി. തെങ്ങോലയിൽ സ്വാഗത കവാടം അടഞ്ഞിരിക്കുകയാണ് കുറ്റ്യാടിയിൽ. കുറ്റ്യാടി തണൽ കരുണ സ്കൂളിലെ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവ വേദിയുടെ ഭാഗമായാണ് കുരുത്തോലയിൽ കവാടം ഒരുക്കിയത്. പ്രകൃതി സ്നേഹികളുടെ മനസ്സ് നിറക്കുന്ന കാഴ്ച കുറ്റ്യാടിക്ക് തന്നെ വേറിട്ട അനുഭവമായി മാറി. പേരോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ ചിത്രകലാധ്യാപകനും തണൽ സ്കൂൾ കോർഡിനേറ്ററുമായ VP അബ്ദുൽ ലത്തീഫാണ് ഈ കരവിരുതിനു പിന്നിൽ. നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ മനോഹരമായൊരു കവാടമുണ്ട്. ഒരുപാട് കവാടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കുറ്റ്യാടിക്ക് പുതുമയുള്ളൊരു കവാടം നിർമ്മിച്ചിരിക്കുന്നു. ലത്തീഫ് മാഷും NCK നവാസും അസീസ് കുന്നത്തും ഒക്കെ ചേർന്ന്, ദിനേശനൊക്കെ ചേർന്ന് 3-4 ദിവസമായി കരണ്ടോടുള്ള ഒരു വീട്ടിൽ, NCK നവാസിന്റെ വീട്ടിൽ, ആ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ സഹോദരിമാരും, എല്ലാ അമ്മമാരും, എല്ലാ കുട്ടികളും ഈ ഭിന്നശേഷി കുട്ടികളുടെ കവാടം ഒരുക്കാനുള്ള തിരക്കിലായിരുന്നു. ഇന്നലെ രാത്രി വലിയൊരു ഘോഷയാത്ര പോലെയാണ് ആ കവാടം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി അവർ വന്നത്. അതൊരു മതേതരത്വത്തിന്റെ പ്രതീകമാണ്, വലിയൊരു മനുഷ്യത്വത്തിന്റെ ആൾരൂപമാണ് ആ കവാടം. 3 ദിവസത്തെ പരിശ്രമത്തിൽ വേറിട്ട കാഴ്ച സമ്മാനിക്കാൻ തണൽ പ്രവർത്തകരായ NKC നവാസ്, അസീസ് കുന്നത്ത്, അബ്ദുൽ ലത്തീഫിനൊപ്പം ചേർന്നു. ഗാല 24 വിദ്യാർത്ഥികളുടെ കലോത്സവത്തിന് മാറ്റുകൂട്ടുന്നതിൽ കവാടം പ്രധാന പങ്ക് വഹിച്ചു എന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.